എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. പച്ചമുളകും ചെറിയുള്ളിയും കൊണ്ട് തയ്യാറാക്കിയെടുത്ത റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. പഴയകാല നാടൻ രുചിക്കൂട്ടിലാണ് ഈ ഒരു കറി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് തയ്യാറാക്കിയെടുക്കാൻ. നല്ല ചൂട് കുത്തരിച്ചോറിൻ്റെ കൂടെ ഈ ഒരു പച്ചമുളക് ഇതുപോലെ ഉടച്ച് ചേർത്ത് കഴിക്കാനായിട്ട് വളരെ സ്വാദാണ് കേട്ടോ. അല്പം തൈരും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ഇതുപോലെ ഒരു കറി തയ്യാറാക്കി കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കുമൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അല്പം മധുരവും പുളിയും എരിവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കുക. എങ്കിലാണ് നമുക്ക് നല്ല സ്വാദോടു കൂടി കറി കിട്ടുള്ളൂ. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും നമുക്ക് വെളിച്ചെണ്ണ ഈ കറിയിലേക്ക് ആവശ്യമുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പം അതിനകത്തേക്ക് പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ എത്ര കറി നിങ്ങൾക്ക് തയ്യാറാക്കണം അതനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 6 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ ആ ഒരു ഞെട്ട് കളയാതെ തന്നെ ഇട്ട് വറുത്തെടുക്കുക കേട്ടോ. ആ ഞെട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു പച്ചമുളകിൻ്റെ അരിയൊക്കെ വെളിച്ചെണ്ണയിലേക്ക് വീഴും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ പച്ചമുളകും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതാ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. പച്ചമുളക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പം ഒന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് നീങ്ങി നിൽക്കണം കേട്ടോ. ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന കുട്ടികളോടാണ് പറയുന്നത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ആ പച്ചമുളക് എടുക്കുമ്പം ഒരുപാട് എരിവുള്ള പച്ചമുളക് നോക്കി എടുക്കാതിരിക്കുക കേട്ടോ. അതെല്ലാം ഞാനൊരു പാത്രത്തിനകത്തേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്കത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ബൗളിന് 1/4 ബൗളോളാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ ഇത്രയൊന്നും കിട്ടില്ല, വളരെ കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറി തയ്യാറാക്കി എടുക്കേണ്ടത് അതനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചേരുവകളുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഈ ഒരു സമയത്ത് തീ നല്ലപോലെ കുറച്ച് വെച്ച് കൊടുക്കുക. അതുപോലെ ഇഞ്ചി ഗോൾഡൻ കളറിലേക്ക് ആക്കണ്ട കേട്ടോ. ഫ്രൈ ആക്കുമ്പം ചെറുതായിട്ടൊന്ന് കളറ് മാറി കിട്ടിയാൽ മതി. ഇനി ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 40-45ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് വെള്ളമയോ ഒക്കെ കളഞ്ഞെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ ഒന്നും കൂടി വെളിച്ചെണ്ണയിലേക്കല്ലേ ഇടുന്നത്, പൊട്ടിത്തെറിക്കും. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ആ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോലെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കും. ഞാനൊരു 4 തണ്ടോളം കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയുള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ. ഇതുപോലെ നിറം മാറി കിട്ടിയാൽ മതി. ഇനി നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണൊന്നുമില്ല, അതിലും താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിയൊക്കെ കാണാനൊരു ഭംഗിയുണ്ടാവും. അതിന് വേണ്ടി ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ ആ ഒരു പച്ചച്ചോയ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വീഡിയോ കണ്ടു കഴിയുമ്പം ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. പച്ചമുളക് ഫ്രൈ ആയതുകൊണ്ട് ഇനി ഒരുപാട് സമയമൊന്നും ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ പുളിവെള്ളം ചേർത്തിട്ട് നമ്മൾ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുക്കുക. പിന്നെ തീ കൂട്ടി വെച്ചിട്ട് ഇത് തിളപ്പിച്ചെടുക്കരുത്, കാരണം പെട്ടെന്ന് തിളച്ചങ്ങ് വറ്റിപ്പോവും. അങ്ങനെയല്ല എടുക്കേണ്ടത്. നമ്മൾ ചേർത്ത് കൊടുത്ത പുളി നല്ലപോലെ ആ ഒരു പച്ചമുളകിലേക്കും അതുപോലെ തന്നെ ഉള്ളിയിലേക്കും ഒക്കെ പിടിക്കണം. ഈ ഒരു സമയത്ത് മധുരം ചേർത്ത് കൊടുക്കുക. ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ശർക്കര അത്യാവശ്യം ക്വാളിറ്റിയുള്ള ശർക്കരയാണ്. ഞാൻ 1-2 പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അഴുക്കൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ശർക്കര ഉരുക്കി ചേർക്കണം വെച്ചാൽ അങ്ങനെയാവാം കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. വളരെ കുറച്ച്, അതായത് ആ എരിവും പുളിയും മധുരവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്തൊക്കെ രീതിയിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി.
ഇനി നല്ലപോലെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ചിട്ട് ഇത് വറ്റിക്കരുത് കേട്ടോ. ഒരു 5-6 മിനിറ്റ് എങ്കിലും എടുക്കണം. എങ്കിലാണ് നമ്മുടെ കറിയുടെ യഥാർത്ഥ സ്വാദ് കിട്ടുള്ളൂ. ചെറിയ തീയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പം ഇത് നല്ലപോലെ നമ്മൾക്കൊന്ന് വറ്റി കിട്ടും. അപ്പം ഞാൻ ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കുന്നില്ല. ചെറിയൊരു ചാറോട് കൂടിയിട്ടാണ് ഇന്ന് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ആ ചോറിലൊന്ന് കുഴച്ച് കഴിക്കത്തക്ക രീതിയിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഉലുവാപ്പൊടിയും. ഇത് രണ്ടും സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ കറിയിലേക്ക് എന്തായാലും ഇത് രണ്ടും ആവശ്യമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. മഞ്ഞുള്ള സമയത്തൊക്കെ പനിയും തൊണ്ടവേദനയൊക്കെ വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ നാവിന് രുചി ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണിത്. ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടി നന്നായിട്ട് വറ്റി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.